പാലക്കാട് നഗരത്തിലെ കനാലിൽ വെള്ളം കവിഞ്ഞു. വീടുകളിൽ വെള്ളവും മാലിന്യവും. പുതുപ്പള്ളി തെരുവ് കരീം നഗറിലാണ് സംഭവം. 2 ദിവസമായി പെയ്യുന്ന മഴയും കനാൽ വെള്ളവും കൂടി ആയതോടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. വെള്ളത്തിനൊപ്പം അറബുശാലയിലെ മാലിന്യങ്ങളും വീടുകളിലേക്ക് കയറുന്നതായി പരാതിപ്പെടുന്നു. കനാൽ വെള്ളമാണ് ഇപ്രാവശ്യം നല്ല വന്നിരിക്കുന്നത്. ഇന്നലെ മഴയത്ത് ഇത് കൂടുതലായിരിക്കണം. കനാൽ വെള്ളം വിട്ടപ്പോൾ തൊട്ടിട്ട് ഇപ്രാവശ്യം കനാൽ വെള്ളം ഇവിടേക്ക് വെള്ളം വെള്ളം വരും എല്ലാ വർഷവും വരും. പരാതിയൊന്നും കൊടുത്തില്ലേ? പരാതിയൊക്കെ നമ്മൾ കൗൺസിലർമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൃഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തിന് നിർത്തും പറയുന്നതാണ്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെ കൃഷിക്കും വേണം. പക്ഷെ നമ്മളെന്താ പറയുക, കമ്മിയാക്കി വിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ ഭാഗത്തിരി മേലെ പൊന്തിച്ച് കെട്ടുപിടിക്കുക എന്തെങ്കിലും ചെയ്യണം. എന്താ വെച്ചാൽ ഇത്രയും വീട്ടുകാർ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവിടെയും പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് ശരി, മഴക്കാലമാണ് കൊണ്ട് നമ്മൾ സഹിക്കുക. ഇതിപ്പോൾ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് ഇതാണ് അവസ്ഥ. 6ഓളം വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കനാലിന്റെ ഇരുഭാഗത്തുമുള്ള സിമന്റ് പൊട്ടിപ്പൊളിഞ്ഞതാണ് വെള്ളം കവിയുവാൻ കാരണമായിരിക്കുന്നതെന്ന് സമീപവാസികൾ പറയുന്നു. വർഷങ്ങളായത് കുറേ കാലമായിട്ട് ഇതേ പ്രശ്നം തന്നെയാണ്. കുറേ ആൾക്കാർ പറഞ്ഞു, പക്ഷെ അവർക്കൊന്നും ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല. കനാലൊന്നും കെട്ടിപ്പൊന്തിക്കാനും പറ്റാത്ത കാരണം കനാൽ വെള്ളം വന്നറിഞ്ഞാൽ പുഴുകളും പാമ്പും വെള്ളപ്പാമ്പൊക്കെ വന്നിട്ട് അണുക്കളൊക്കെ വന്ന് അറിഞ്ഞിട്ട് എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ ഫുള്ളും വെള്ളം. അടുക്കള ബാക്ക് ബാത്റൂം വെള്ളങ്ങളും എല്ലാ വേസ്റ്റ് വെള്ളം കയറി വരികയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു. ഇടയ്ക്കല്ല കനാൽ വെള്ളം വരുമ്പോഴും വെള്ളം വരുമ്പോഴും കനാൽ നിറഞ്ഞാൽ മഴവെള്ളത്ത് തന്നെ അവസ്ഥ. എല്ലാ ട്രിപ്പും വെള്ളങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ കൗൺസിലർമാർ വന്നിട്ട് അത് ഇതിടേക്കും ഒക്കെ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോൾ ആരിനെ കൊണ്ട് വിളിച്ച് പറയേണ്ടതെന്ന് ഒരു പുറത്തുമില്ലാണ്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ഈ നോൽമ്പിന് വന്നിട്ട് ഈ കുട്ടികളും ഇവരൊക്കെ പള്ളിക്ക് പോകുമ്പോൾ ഈ വെള്ളം ഈ ചളി ഇതൊക്കെ ചവിട്ടിട്ട് ഈ 60 സ്ഥലത്തെ വെള്ളമടക്കം ഇതിൽ കയറുന്നുണ്ട്. ഇതും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ എന്താവും, ഈ ഇതിന്റെ സൂക്കേടുകളൊക്കെ ജനങ്ങൾക്ക് മഞ്ഞക്കാമാല, മഞ്ഞപ്പിത്തം അത് ഇതൊക്കെ വരും. ഇത് ഈ കനാലിൽ വെള്ളം കുറച്ച് 2 പോയിന്റ് കനാലില്ല, ഇവിടെ പഴയ കനാലില്ല, വെറും മണ്ണാണ്. ഈ ചാല് മാത്രമേ ഉള്ളൂ, ഈ വേസ്റ്റ് ചാല് മാത്രമേ ഉള്ളൂ. ഇത് വെള്ളം പോണ കനാലിൽ നിന്ന് ആരും പറയില്ലത്. ഇതിപ്പോ ആൾക്കാർ രാത്രി വരുമ്പോ കനാലിൽ വീഴോ അല്ല ഇങ്ങോട്ട് വീഴോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് റോഡാണോ ഇതാണോ എന്നൊന്നും ആർക്കും അറിയില്ല. കൗൺസിലറോട് പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് പരാതി. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഒരു മനുഷ്യന്മാരെ കാണണം. കാരണം ഈ വെള്ളം പൊതുവെ ഈ മഴക്കാലത്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടോ, വന്നവർക്ക് അറിയാം ഇത് മഴക്കാലമല്ല, ഇത് ഒരു കനാലിൽ ഒരു വെള്ളം വിട്ടാൽ ഈ ഏരിയ മൊത്തം മഴക്കാലമായി മാറുകയാണ്. ആ ഒരു പ്രശ്നം നമ്മള് കുറെ കൊല്ലമായി. ഇതിനെങ്കിലും ഒരു പരിഹാരം കാണണം. കുട്ടികൾക്കൊക്കെ മദ്രസയ്ക്ക് പോകണവിടെയോ നിസ്കരിക്കാനും വലിയവർ പോണവർക്കൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാണ്ടിരിക്കണ്. കക്കൂസ് കുഴിയൊക്കെ നിറഞ്ഞ് ഇവിടെ നോക്കാനും ഒരാളും ഇല്ല. ആ സുലൈമാനുള്ളപ്പോഴെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ വന്ന് അടിച്ചു വാരി വൃത്തിയാക്കി റോഡൊക്കെ പളിച്ചതാക്കിയിട്ട് ഇങ്ങനെ വെള്ളം വരുന്നത് അവൻ വന്നിട്ടൊക്കെ നോക്കും. ഇപ്പൊ ഇവിടെ നോക്കാനും ആളില്ല. ഇവിടേക്ക് കൗൺസിലറേ ഇല്ല, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇവിടെ കൗൺസിലറേ ഇല്ല, എന്ത് തിരിഞ്ഞ് നോക്കാനേ ആളില്ല. UTV ന്യൂസ്, പാലക്കാട്.